ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഒരു തൊപ്പിയും ഗ്യാങ്ങിനെയും കാരണം മനുഷ്യന്മാർക്ക് ഈ പറയുന്ന തോതിൽ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. അതും ഓരോ ലൈവ് സ്ട്രീം എന്ന് പറഞ്ഞ് വന്നിരുന്നു കൊണ്ട് അപരാധങ്ങൾ കൊണ്ടങ്ങ് കഴുകുവാണ്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അറിയാൻ പറ്റാത്ത ചോദിക്കുകയാണ്. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഈ ജാതി ഊളത്തരങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് അങ്ങേയറ്റം നാട്ടുകാരെ പോലും ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേസെടുത്ത് അകത്തിടേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന തൊപ്പി വന്നിട്ട് മറ്റന്മാരെ കുറ്റം പറയുക എന്നല്ല, അങ്ങേയറ്റം അപരാധങ്ങൾ പറഞ്ഞ് 18+ കോണ്ടന്റ് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ അങ്ങ് പടച്ചു വിടുമായിരുന്നു. ഇതിനെതിരെ പിന്നെ മറ്റവന്മാർ ഷമീർ മമ്മു ഒക്കെ വന്നിട്ട് പിന്നെ തൊപ്പിക്കെതിരെ അടുത്ത രീതിയിലുള്ള 18+ കണ്ടന്റ് മാത്രമല്ല അതിൽ ഈ പറയുന്ന രീതിയിൽ തൊപ്പി വന്നിട്ട് മറ്റത് മറിച്ചത് പറഞ്ഞു, യൗമാർ വന്നിട്ട് മറ്റത് മറിച്ചത് പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഡ്രഗ്സ്, കഞ്ചാവ്, പെൺവാണിഭം, അത് ഇത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോന്നിട്ട് ഇത് ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് അവരെ മുമ്പേ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാർക്ക് കൊടുക്കാൻ പറ്റണോ? രമേശ് ചെന്നിത്തല സാർ ഞാൻ പറയുന്നത് ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷൻ പോയ സമയത്ത് ഈ ഡാഷ് മോനി പുണ്ടച്ചി മോനി അവിടുന്ന് ഒരു സാധനം, അതായത് ഒരു കൊമള ഒരു എന്തെങ്കിലും പേര് ലാബിലൊക്കെ ഉണ്ടാവും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാധനം, ഒരു കൊമള ആസിഡ് വെച്ചിരുന്ന സാധനം, ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ച് ഇങ്ങനെ ആക്കി കൊമളെ കൂടി ഇങ്ങനെ വരയ്ക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേരം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീ മെഴുകുന്നുണ്ടാവും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരി ഒക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ് അതിന്റെ തെളിവ് മറ്റത് ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്തുവാണ് വിചാരിച്ചിരിക്കുന്നത് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തൊപ്പിയായാലും തൊപ്പിയുടെ ഗ്യാങ് ആയാലും ഒക്കെ തന്നെയും അകത്ത് പോകാനുള്ള, അതായത് ജയിലിനകത്തേക്ക് പോകാനായിട്ടുള്ള വകുപ്പുകൾ സ്വയം കുഴി തോണ്ടി ഉണ്ടാക്കിയെടുത്ത് അങ്ങ് കൊടുക്കുവാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം അകത്താവാനുള്ള എല്ലാത്തരം വകുപ്പുകളും ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെ. അമ്മാതിരി എന്തോന്ന് പച്ചയ്ക്ക് അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, അത് തെളിവ് സഹിതം എന്നാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത് എല്ലാവരും കാണുന്ന ഒരു കാര്യമല്ലേ? അത് മാത്രമല്ല കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒരു കാര്യമല്ലേ? ഇമാതിരിയൊക്കെ മറ്റത് മറിച്ചത് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ എന്തുവാണ് പറയുന്നത്? പിന്നെ ഡ്രഗ്സ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? എന്തുവാണ് ഇത്? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ ഈ പറയുന്ന തൊപ്പിയും ഗ്യാങ്ങും കൂടി കാണിച്ചു കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് സ്വയം കുഴിതുകൊണ്ടി അകത്ത് പോകാനായിട്ടുള്ള വകുപ്പുകൾ സ്വയം ഉണ്ടാക്കി വെക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനെതിരെ കേസ് എടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള എല്ലാ വകുപ്പും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അമ്മാതിരിയൊക്കെയാണ് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തെളിവ് സഹിതം നാട്ടുകാരെ കാണിക്കുന്ന തരത്തിലോട്ട് ലൈവ് സ്ട്രീമിംഗ് ഒന്നുകൊണ്ട് കാണിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. ഹനാൻ ഷായെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ഇജാതി യോ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടൊരു വെടി, ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടൊരു വെടി, ഇത് എന്തോന്നാണിത്? യുദ്ധോ? സോഷ്യൽ മീഡിയ യുദ്ധമോ? ഇത് എന്തായാലും അപാര കേസ് കെട്ടായിപ്പോയി, പറയാതിരിക്കാൻ വയ്യ. ഇത് എന്ത് തരത്തിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പരിപാടി ഒപ്പിച്ച് വയ്ക്കുന്നത് എന്നുള്ളത് വരും ദിവസത്തിൽ അറിയാം എന്താണ് എന്നുള്ളത്, റിയാലിറ്റി എന്താണ് എന്നുള്ളത്. പലരും ഇത് സ്ക്രിപ്റ്റ് ആണ്, എന്നാൽ ഇത് സ്ക്രിപ്റ്റ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം ചളിവാരി എറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപവാദങ്ങൾ കൊണ്ട് കൈ എഴുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്നുള്ളത് ഇവർ തന്നെ തെളിയിച്ചു തന്നിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി ചെയ്ത്തുകളാണ് ഇവറ്റകളൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന കാര്യം 100% ഉറപ്പാണ്. അത് അവർ തന്നെ ഓരോന്നായിട്ട് തെളിവ് സഹിതം ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും അകത്ത് കിടക്കാനായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ ഇതിലൂടെ അകത്ത് പോകാനായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഉമ്മാർ ഉണ്ടാക്കി വെച്ചതെന്ന് പറയുന്നത്. എന്തായാലും അധികം താമസിയാതെ അകത്തായി എന്നുള്ള ന്യൂസും കൂടി ഉടനെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? കാണിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ തന്നെ ഒരു ലിമിറ്റില്ല. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരിയൊക്കെ, അതും ആ ലൈവ് സ്ട്രീം ഒക്കെ തന്നെ ഈ ഇമാതിരി തൊട്ടിത്തരം കാണാനും കേൾക്കാനും നിൽക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യം ഇത് റിയൽ ആണോ സ്ക്രിപ്റ്റ് ആണോ ഇരിക്കട്ടെ. ഇതെങ്ങാനും സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് നാളെ ഒരു സമയം പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഓസ്കാർ ലെവൽ അഭിനയമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇവന്മാരുടെ എല്ലാ കള്ളികളും പൊളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ മറ്റൊരു കാര്യം, ഇത് പലരും പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റാണ്, ഇത് അവന്മാരുടെ അഭിനയമാണ്, അവന്മാരെ റീച്ച് കിട്ടാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്ന കോലങ്ങളാണ്, മറ്റേതാണ് മറിച്ചാണ്. പക്ഷെ അതിനിടയിൽ തന്നെയാണ് അവന്മാർ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ചളിവാരി എറിയുന്ന തരത്തിൽ മാത്രമല്ല, അതും നിങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഡ്രഗ്സ് മറ്റത് മറിച്ചത് ഇതിനെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു കൂസലും ഇല്ലാതെ അങ്ങ് വിളിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ആൾക്കാർ കാണുന്ന പച്ചയ്ക്ക് വിളിച്ച് പറയുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഏതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കേണ്ടത്? പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഓസ്കാർ ലെവൽ അഭിനയം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇവരുടെയൊക്കെ ഈ ചെയ്ത്തുകളും വിശ്വസിച്ച് മണ്ടന്മാരായിട്ടുള്ള ചില പാൽക്കുപ്പികൾ വിനീതമായിട്ടുള്ള ഒരു നമസ്കാരം എന്ന് പറയേണ്ടി വരും.
കൊള്ളാം. ഇത് ഈ പറയുന്ന രീതിയിൽ ഇനി ഒരു മാസം ഇട്ട് ഓടിക്കാനായിട്ടുള്ള വകുപ്പാണ് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ടാക്കി വെക്കുന്നത്. അതായത് ഇങ്ങോട്ട് ഒരു ലൈവ് സ്ട്രീം, അങ്ങോട്ട് ഒരു ലൈവ് സ്ട്രീം, ഇവന്റെ എന്താ പറയുക മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇവന്മാർ വന്നിട്ട് അവന്റെ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ. എന്തോന്നടേ ഇത് അറിയാൻ പറ്റുന്നിട്ട് ചോദിക്കുകയാണ്. അച്ചാതി വെറുപ്പിക്കലിന്റെ പീക്ക് ലെവലായിട്ട് ഇതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കാരണം മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും വൾഗറായിട്ടുള്ള രീതിയിലാണ് ഇവന്മാർ ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. മിക്കവാറും അകത്ത് പോകാനുള്ള വകുപ്പ് രണ്ട് കൂട്ടരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് താമസിയാതെ നടക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ പോക്കാണെങ്കിൽ.